പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. മനുഷ്യൻ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അന്വേഷണങ്ങളിൽ ഒന്നാണ് ഈശ്വരനെ കണ്ടെത്താനുള്ള ശ്രമം. അബേലച്ചന്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അന്വേഷണം കേവലം ഒരു സ്ഥലനാമത്തിലേക്കോ മതപരമായ ചടങ്ങുകളിലേക്കോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നു. ഈശ്വരനെ തേടി നടത്തുന്ന യാത്രയിലെ അർത്ഥതലങ്ങളെയും ആത്മീയ അന്വേഷണങ്ങളെയും ഈ വരികൾ മനോഹരമായി ആവിഷ്കരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ അഗാധതയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ കണ്ടെത്താനുള്ള മനുഷ്യന്റെ ആകാംക്ഷയാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പലപ്പോഴും ഈശ്വരനെ ഒരു പുറം ലോകത്ത് അല്ലെങ്കിൽ വിദൂരമായ ഏതോ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ദൈവാനുഗ്രഹം തേടാനാണ് നാം ശ്രമിക്കാറുള്ളത്. എന്നാൽ കടലുകൾ കടന്നും വിണ്ണും മണ്ണും താണ്ടി നടത്തുന്ന ഈ അന്വേഷണം ആത്യന്തികമായി ചെന്നെത്തുന്നത് സ്വന്തം ഉള്ളിലേക്കാണ്. പുറമേയുള്ള തിരച്ചിലുകൾ അവസാനിക്കുമ്പോൾ മാത്രമേ തന്നിൽ തന്നെ കുടികൊള്ളുന്ന ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന വലിയൊരു ദാർശനിക സത്യം ഇതിലുണ്ട്. സഹജീവികളിലും പ്രിയപ്പെട്ടവരിലും കാണുന്ന സ്നേഹത്തിലാണ് യഥാർത്ഥ ഈശ്വരൻ കുടികൊള്ളുന്നതെന്ന വലിയ തിരിച്ചറിവിനെയാണ് ഈ ഗാനം അടയാളപ്പെടുത്തുന്നത്. അന്വേഷണങ്ങളുടെ വഴിയിൽ പലപ്പോഴും നാം വഴിതെറ്റി പോകാറുണ്ട്. ആചാരങ്ങളിലോ ഭൗതികമായ അടയാളങ്ങളിലോ കുടുങ്ങിപ്പോകുന്ന അന്വേഷകന് യഥാർത്ഥ ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കില്ല. മറിച്ച് സ്നേഹം, കരുണ, സഹജീവികളുടെ അനുകമ്പ എന്നിവയിലൂടെയാണ് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകുന്നത്. അറിവിന്റെ തിരമാലകൾ താണ്ടി അഹങ്കാരത്തിന്റെയും അജ്ഞതയുടെയും കരകൾ പിന്നിട്ട് ആത്മജ്ഞാനത്തിന്റെ തീരത്തേക്ക് എത്തുമ്പോഴാണ് അന്വേഷണം പൂർത്തിയാകുന്നത്. അബേലച്ചന്റെ വരികൾ ഓർമ്മിപ്പിക്കുന്നത് ഈശ്വരൻ എന്നതൊരു ലക്ഷ്യമല്ല, മറിച്ച് അതൊരു യാത്രയാണെന്നാണ്. ആ യാത്രയിൽ കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന വേദനകളും തിരിച്ചറിയുന്ന സത്യങ്ങളുമാണ് മനുഷ്യനെ കൂടുതൽ പക്വതയുള്ളവനാക്കുന്നത്. തന്നിലുള്ള ഈശ്വരനെ തിരിച്ചറിയുന്ന നിമിഷം പുറത്തുള്ള തിരിച്ചലുകൾ അവസാനിക്കുകയും സമാധാനത്തിന്റെ പുതിയൊരു ലോകം തുറക്കപ്പെടുകയും ചെയ്യുന്നു. അതെ, ഈ ഗാനം കേവലം വാക്കുകളുടെ കൂട്ടമല്ല, മറിച്ച് ഓരോ മനുഷ്യനും തന്നിലേക്ക് തന്നെയുള്ള തിരിച്ചുവരവിനുള്ള ക്ഷണപത്രമാണ്. സ്നേഹവും കരുണയും സഹജീവികളിലുള്ള അനുകമ്പയും ഹൃദയത്തിൽ നിറയുമ്പോൾ ഹൃദയം തന്നെ ശ്രീകോവിലായി മാറുന്നു. അവിടെ തന്നെയാണ് ഈശ്വരൻ. നന്മയുള്ള ഒരു മനുഷ്യനിൽ ഈശ്വരൻ കുടിയിരിക്കുന്നു എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.